ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിനനുബന്ധിച്ച് 6ാമത്തെ വർഷം ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിവിടെ ഇത്രയും വലിയ കലാകാരന്മാരോടൊപ്പം ഇത്ര നല്ല സദസ്സിന് മുമ്പിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ എനിക്കും അവസരം തന്നതിന് നല്ലവരായ സംഘാടകരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മൾ രേഖപ്പെടുത്തിക്കുകയാണ്. അപ്പോൾ എന്നും ഞാനടക്കമുള്ള കലാകാരന്മാരെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നല്ലവരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. അപ്പം കുറച്ച് നേരം ചിരിയുടെ ലോകത്തിലേക്ക് പോകാം അല്ലേ? നമ്മുടെ ദിലീപേട്ടനും ഒക്കെ വന്നപ്പോൾ പറഞ്ഞിരുന്നു, എന്താ പറയുക, നല്ല കയ്യടി ഉഷാറും വേണമെന്ന്. പാട്ടുകാർക്കൊക്കെ മ്യൂസിക്കിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്, ഡാൻസുകാർക്ക് അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യടിയും ചിരിയും മാത്രമേ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ നമുക്ക് ഉഷാറാക്കാം. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറ് ഇവിടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹം എത്തിയിട്ടില്ല. ആ കുറവ് നമുക്കങ്ങ് പരിഹരിക്കാം. സാറിനെ തന്നെ അദ്ദേഹം തുടങ്ങാം അല്ലേ? സാധാരണ ഞങ്ങൾ പറയാറുണ്ട്, നമ്മൾ മിമിക്രി നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് എല്ലാ സൗണ്ടുകളും കുറച്ച് കൂട്ടിയാണ് ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു കാർട്ടൂണിസ്റ്റ് വരയ്ക്കുന്നത് പോലെ കണ്ണായാലും മൂക്കായാലും ചുണ്ടായാലും അല്ലെങ്കിൽ മുടിയോ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതയുള്ളൊരു വേഷം എടുത്തായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭാഗം കൂടുതൽ കുറച്ച് കൂട്ടിയാണ് കാർട്ടൂൺ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് മിമിക്രിയിൽ ഓരോ ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ അനുകരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂട്ടി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിന് മിക്കപ്പോഴും ചെയ്യുമ്പോൾ ഗവൺമെൻറ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട്. ഇതൊന്നും അല്ലാതെ സാധാരണ ഇൻ്റർവ്യൂവിന് അദ്ദേഹം ഇരിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അപ്പുറത്തിപ്പുറത്തൊക്കെ വരാറുണ്ട്, പത്രക്കാരും ചാനലുകാരൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ ചില ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ പറ്റുകയുള്ളൂ. പറയേണ്ടത് അത് കുഴപ്പമാവും, പറയുന്ന അബദ്ധമാകാനും പാടില്ല. അപ്പോൾ സാർ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ചില ചോദ്യം കേട്ടിട്ട്. നമുക്ക് ആ ഒരു ലൈവ് മിമിക്രിയിലേക്ക് പോകാം. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവല് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടെ എത്താൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അടുത്ത വർഷം തൊട്ട് ഒരു ചെറിയ ചേഞ്ചും കൂടെ വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടൊപ്പം തന്നെ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലും കൂടെ പ്ലാൻ ചെയ്യുന്നു. കേരളത്തിൽ കുടിയന്മാർ കൊതിച്ചു വരികയാണ്. അപ്പോൾ എന്നും കഴിക്കണ്ട, ഒരു സീസൺ ഉണ്ടാക്കി തരാം. കുടിച്ചു മരിച്ചു. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങൾ പത്രക്കാരെ ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇതിനൊന്നും മറുപടി പറയേണ്ടത് ഞാനല്ല. അത് ഇതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. സാധാരണ നമുക്കറിയാം, ഒരു മന്ത്രി എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഇപ്പം എത്ര നന്നായിട്ട് ഭരണം കൊണ്ടുപോയാലും അതിനൊക്കെ ഒരു കുറ്റം കണ്ടെത്താൻ കുറേ പേരുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, ഒരു മിനിസ്റ്ററോട് ചോദിക്കുകയാണ്, സാർ ഭരണം എങ്ങനെ പോകുന്നു ചോദിച്ചാൽ പറയും നന്നായിട്ട് പോകുന്നു. ഉമ്മൻചാണ്ടി സാറിനോട് ഇപ്പോൾ ചോദിക്കുകയാണ്, സാർ ഭരണം എങ്ങനെ പോകുന്നു? എങ്ങനെയോ പോകുന്നു. അല്ല സാർ, ഈ അവശ്യ സാധനങ്ങൾക്ക് വില കൂട്ടുന്നതിനെ കുറിച്ച്, അവശ്യ സാധനങ്ങൾക്കല്ലാതെ ആവശ്യമില്ലാത്ത സാധനത്തിന് വില കൂട്ടിയിട്ട് എന്താ കാര്യം? അതല്ല സാർ, ഈ ഗ്യാസിൻ്റെ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഗ്യാസിൻ്റെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അവൻ തന്നെ തീരുമാനിക്കണം. ഗ്യാസ് ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങ്, പരിപ്പ് തുടങ്ങിയ വസ്തുക്കൾ പാടെ ഉപേക്ഷിക്കുക. അത് മാത്രമേ മാർഗമുള്ളൂ. അയ്യോ അതല്ല സാർ, ഈ ഗ്യാസ് സിലിണ്ടർ ആ പ്രശ്നമാണ്. ഗ്യാസ് സിലിണ്ടർ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അതിലടിച്ചിരിക്കുന്ന ചുവപ്പ് കളറാണ്. ആ കളർ മാറ്റാതെ ആ സിലിണ്ടർ ഒരു കാലത്തും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ല സാർ, എനിക്കൊരു സങ്കടം പറയാനുള്ളത്, ഞാൻ ജോലി ചെയ്യുന്ന എറണാകുളത്താണ്. അപ്പം എൻ്റെ ഫാമിലി ചെറുതോണി അണക്കെട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എനിക്ക് എൻ്റെ ഭാര്യയും മക്കളെയും കാണാതെ ജീവിക്കേണ്ടി വരില്ല. ആര് പറഞ്ഞു? മുല്ലപ്പെരിയാർ പൊട്ടി അവരെല്ലാം ഒഴുകി എറണാകുളത്ത് എത്തുമല്ലോ. നിങ്ങൾക്ക് പിന്നെ അവിടെ നിന്ന് ഒഴുകി എങ്ങോട്ടെങ്കിലും പോകാം. അതിനൊക്കെ ഉള്ള മാർഗങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഈ ഒരു ആഘോഷമൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇവിടെ ആണെങ്കിലൊക്കെ ഉണ്ടാവും. ഈ പ്രോഗ്രാമിൻ്റെ അവസാനമൊക്കെ ആണെങ്കിലും ഉണ്ടാവും. സാധാരണ നമ്മൾ ഈ എലിവാണമൊക്കെ ഇങ്ങനെ കത്തിച്ച് വിടാറുണ്ട്. അപ്പോൾ അത് വിടുന്ന സൗണ്ട് നല്ല ഇതായിരിക്കും സൗണ്ട്. നമ്മുടെ രാഷ്ട്രീയക്കാരുടെ വീട്ടിൽ പടക്കം പൊട്ടിയാൽ എങ്ങനെ ഇരിക്കും? അച്യുതാനന്ദ സഖാവിൻ്റെ വീട്ടിലെ പടക്കം പൊട്ടുന്നതിൻ്റെ ശബ്ദം
AK ആനന്ദ് സാറിന്റെ വീട്ടിലാണെങ്കിലോ പടക്കം നമുക്കറിയാം. ഈ പടക്കം തീ കൊളുത്തി കഴിഞ്ഞാൽ ആദ്യമൊക്കെ അങ്ങനെയൊക്കെ സൗണ്ട് കേൾക്കാറുണ്ട്. ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിലെ പടക്കമാണ് പോകുന്നത്. നമ്മൾ ചില കൊച്ചു കൊച്ചു ശബ്ദങ്ങൾ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. നമ്മൾ നിത്യേന കേൾക്കുന്ന കുറേ ശബ്ദങ്ങൾ, കേട്ടിട്ട് കേൾക്കാതെ പോകുന്ന ചില ശബ്ദങ്ങൾ, ഇനി കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പോകുന്ന ശബ്ദങ്ങൾ. ഈ ചില ആംബുലൻസ് പോകുന്നത് കണ്ടാൽ അതിൽ രോഗി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുള്ളത് വ്യക്തമാവും. ചില പോകുമ്പോൾ അങ്ങനെ പോകും, ചില അങ്ങനെയും പോകും. ഈ ആംബുലൻസ് ശബ്ദം കേൾക്കുമ്പോൾ ഈ രോഗി ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. ആ വണ്ടിയുടെ സൗണ്ട് തന്നെ എങ്ങനെ ആള് പോയി എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ചിലപ്പോൾ ഷൂ ഒക്കെ ഇട്ട് നടക്കാറുണ്ട്. നോർമലൊക്കെ ഷൂ നടക്കുമ്പം ഇത്രയൊക്കെ സൗണ്ട് ഉണ്ടാവുള്ളൂ. അർണോൾഡ് ചില സിനിമയിൽ, ഇംഗ്ലീഷ് സിനിമ ചില ഷൂ ഇട്ട് വരും. ഓരോന്നും 5 കിലോ ഉണ്ടാവും. ഡീറ്റെയിൽസ് കേൾക്കുമ്പോൾ വേറെ ഉണ്ടാവും. അങ്ങനെയും കേൾക്കാം. എന്നാൽ ഷൂവിൻ്റെ അകത്ത് വെള്ളം കയറിയ ആരിട്ട് കിടന്നാലും വൃത്തിയോടെ ശബ്ദമാണ്. അങ്ങനെ കേൾക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് 1-2 കാഴ്ചകൾ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് എന്താ പറയുക, വിമാനം പോകുന്ന ശബ്ദം ഭയങ്കര, എത്ര നമ്മൾ കയറിയാലും ഒന്നും നമ്മൾ അറിയാണ്ട് നോക്കിപ്പോകും. അതേപോലെ കടൽ, പിന്നെ ആന, എത്ര ഉണ്ടെന്ന് കൊതിരാത്ത കുറേ സംഭവങ്ങളാണ്. ഈ ഒറ്റപ്പങ്കയുള്ള ചില വിമാനങ്ങൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ പോകും. ഒരു പ്രത്യേക ശബ്ദമായിരിക്കും. നമ്മൾ പണ്ടൊക്കെ ഹെലികോപ്റ്റർ ഏറ്റവും കണ്ടിരിക്കുന്ന ഈ റബ്ബറിന് തിരിച്ചടിക്കാൻ വരുമ്പോഴാണ് താന്ന് പറക്കും വേറെ ശബ്ദമാണ്. അങ്ങനെ കേൾക്കാം. ഈ ഇംഗ്ലീഷ് സിനിമയിലാണ് ഏറ്റവും കൂടുതൽ ഹെലികോപ്റ്റർ കാണുന്നത്. മിക്കപ്പോഴും ഇതിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഈ പങ്ക സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി പോലെ പ്രത്യേക സുഖമാണ്. ഈ വാതിൽ നമുക്കറിയാം, നമുക്കൊരു സ്ഥലത്തേക്ക് കയറണമെങ്കിലും ഇറങ്ങണമെങ്കിലും ഒക്കെ ഒരു വാതിൽ ആവശ്യമാണ്. വാതിൽ തുറക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കേൾക്കാം. ചിലത് തുറന്നു വരും വേറെ ശബ്ദമാണ്. ചില മെറ്റൽ ഡോറുള്ള വാതിലുണ്ട്, തുറക്കുമ്പോൾ വേറെ മെറ്റാലിക് വോയിസാണ്. അങ്ങനെയും കേൾക്കാം. ഇനി ചില എന്താ പറയുക, പഴയ തറവാടിൻ്റെ ഒക്കെ ചില വാതിൽ തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിൽ കുരുത്തം കെട്ട മക്കളുണ്ടെങ്കിൽ ജനലിൻ്റെ ഡോർ ഇങ്ങനെ കിടുക്കിക്കൊണ്ടിരിക്കും. പറിച്ച് കയ്യിലും തരും. കുതിര, പണ്ട് മലയാള സിനിമ ഏറ്റവും കൂടുതൽ കുതിര ഓടിച്ചിരിക്കുന്നത് നമ്മുടെ നസീർ സാറായിരുന്നു. അന്നൊക്കെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്ര സൗണ്ട് ഉണ്ടാവും. തമിഴ് സിനിമയിൽ ശിവാജി സാറൊക്കെയാണ് കുതിര ഓടിക്കുന്നത്, കുറച്ചുകൂടെ മാറും. അങ്ങനെ കേൾക്കാം. ഹിന്ദി സിനിമയിൽ അമിതാഭ് ബച്ചൻ ഓടിക്കുന്നത് പിന്നെ മാറും. അങ്ങനെയും കേൾക്കാം. ഇംഗ്ലീഷ് സിനിമയിൽ അർണോൾഡാണ് ഓടിക്കുന്നതെങ്കിൽ പിന്നെ മാറും. അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടാവും.
ഇതേപോലെ തന്നെയാണ് നമ്മളൊക്കെ നായ്ക്കളെ വളർത്താറുണ്ട് വീട്ടിൽ സ്നേഹപൂർവ്വം. ഓരോരുത്തരും അവരുടെ ആസ്തിക്കനുസരിച്ചാണ് പല നായ്ക്കളെയും വളർത്തുന്നത്. ചില നായ്ക്കൾ കുരയ്ക്കുമ്പോൾ അങ്ങനെ കേൾക്കാം. കുറച്ച് ദൂരെ ആണെങ്കിൽ ഇങ്ങനെയും കേൾക്കാം. എന്നാൽ രാത്രി കാലങ്ങളിൽ നമ്മൾ സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് ഗ്രാമത്തിലൂടെ അല്ല റോഡുകളൊക്കെ നടന്നു വരുമ്പോഴത്തേക്കിന് അങ്ങ് അകലേന്ന് വളരെ ലൈറ്റായിട്ട് നായ കുരയ്ക്കും. ഭയങ്കര ദൂരെ നയിക്കും. താങ്ക് യു. ഇനി റെസിഡൻസ് ഏരിയയിലാണെങ്കിൽ ഇവിടെ കളക്ടർ, എഞ്ചിനീയർ, ഡോക്ടർ അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർ ഒരുപാട് വില കൂടി നായകളായിരിക്കും വളർത്തുന്നത്. ഒരെണ്ണം കുറച്ച് തുടങ്ങിയാൽ മതി, എല്ലാം കൂടെ തുടങ്ങണം. അങ്ങനെയും കേൾക്കാം. ഈ ലോകത്ത് ഏത് നായാണെങ്കിലും ഏറുകൊണ്ട് ഒറ്റ ശബ്ദമുള്ളൂ. നമുക്കൊക്കെ ക്ഷീണം വരുമ്പോൾ നമ്മൾ എന്താണ് കൂട്ടുപോയിടാറുണ്ട്. നായ ചിലപ്പോൾ കൂട്ടുപോയിടാറുണ്ട്.